തമിഴ് ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. മൂന്നാറിലെ മമ്മട്ടി. இந்த கிழங்குல மைக்கு ஒண்ணு கட்டிய ஆடியோ கட் பண்ணணும்னு. ஓகே. இந்த பழத்தின் மைக் கூட கட் பண்ணணும். கட் பண்ணலாம். ஓகே. രജനി സാറിന്റെ അംബിക മാം എവിടെ? அந்த இருக்கு. എങ്ക இருக்கு? அங்க இருக்கு. அந்த கரணம். തെറ്റിദ്ധരിക്കരുത്. ശരിക്കും അംബിക ചേച്ചിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഒരു ധാരണയുമില്ല. തെറ്റിദ്ധാരണ. പെർഫോമൻസിൽ അംബിക ചേച്ചി സ്പെക്സ് ഒരു കണ്ണ് നിറഞ്ഞു എന്ന് തോന്നണു. അമ്മാവനെ നോക്കാൻ വന്ന ഹോം നേഴ്സ് കൊള്ളാൻ നന്നായിട്ടുണ്ട്. ഈ പാട്ട് ഇപ്പൊ നമ്മള് മിമിക്രി പാടുന്നു എന്തോ വല്ലാതെ ഫീൽ ചെയ്യുന്ന ലൈൻസാ. അതുകൊണ്ട് തമിഴ് മാത്രം അറിയുന്നവർക്ക് അതിന്റെ മലയാളം അതിന് മീനിങ് അറിയാവുന്നല്ല. ആ ലൈൻസ് എല്ലാവർക്കും മീനിങ് അറിയാം. അതുപോലെ എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതാണ് ആ പറയുന്നത് മുഴുവൻ. അതുകൊണ്ട് ഇമോഷണൽ ആവും. സൂപ്പർ സൂപ്പർ. ചേച്ചി ത്രൂ ഔട്ട് ലിപ് സിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഒന്ന് പാടിത്തരാൻ പറ്റുമോ? അയ്യോ ഇല്ല ഞാൻ ആക്ച്വലി ഈ സോങ്ങിൽ ഹീറോയിൻ എന്ത് പറ്റി? കരയുന്നു. അയ്യടാ, ആദ്യമായിട്ടാണ് ഒരു പാട്ട് ഇങ്ങനെ കമന്റ് കേൾക്കുന്നത്. സാധാരണ ഇറങ്ങി പോകുമ്പോ പട്ടിത്താറ്റും പഴകഞ്ഞിയുള്ളതാണ്. ഗംഭീരായിട്ടുണ്ട് മാഡം. ഇത് ആക്ച്വലി ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം എടുത്ത തീരുമാനമായിരുന്നു ഇങ്ങനെ ഒരു പാട്ട് വേണം എന്നുള്ളത്. അതായത് ആ ക്യാരക്ടറിനെ വന്നിട്ട് ബ്രദർ ഹേർട്ട് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അപ്പം മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട്, ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു ഡാൻസ് മൂവ്മെന്റ് ഇല്ലാതെ വെറുതെ നടന്നു വന്ന് ലൈൻസും എക്സ്പ്രഷനും കൊണ്ട് ഹിറ്റായ ഒരു സൂപ്പർ ഹിറ്റ് സോങ്. രജനി സാറിനൊന്ന് അയച്ചു കൊടുക്കണേ. അയ്യടാ, രജനി ഫാൻ ആണെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഈ സോങ് എടുത്തത്. ആണോ? ഞാൻ രജനി ഫാൻ, രാജാ സാറ്, ദാസേട്ടൻ ഇതിന്റെ ഫാനാണ്. പിന്നെ അതുപോലെ തന്നെ അംബികയും നന്നായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത അതിന്റെ ഇടയിൽ പോയിട്ട് ഹാർട്ട് ബീറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നെഞ്ചിങ്ങനെ എന്തോ പിടിച്ചു. അതായിരുന്നു. ഒരു വല്യപ്പനെ തോളച്ചാരി നടക്കുന്ന ഇത്ര വലിയ അഭിപ്രായം കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പച്ചവിടെ പോയിരുന്നേ പോ. സാറിന്റെ സകലകല വല്ലവല്ലേ, അതുകൊണ്ട് വരുമല്ലോ. നിങ്ങൾ ഒന്നായോ? ഞങ്ങൾ അല്ലെങ്കിൽ ഒന്നാ. അവളിപ്പൊ തുടങ്ങും, ഇത് തീരും. അങ്ങനെ ഒരു സീരിയൽ തീർത്താ. എന്നെ കൂടെ തെറ്റിച്ച് എന്റെ ഭാവികളെ നടക്കുന്നവള്. ചേട്ടാ ഇലക്ട്രീഷ്യന്റെ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുവാണോ? പോയേ. വയസ്സാനാലും ഉൻ അഴകും ഉൻ സ്റ്റൈലും ഉന്നെ വിട്ട് പോവ മാട്ടേ. കൂടവേ പുറന്തത് വയസ്സാനാലും വെളിത്തനും കുട്ടിത്തും മുഖത്തെ പുട്ടിയും പൊക്കമുള്ള ചെരുപ്പും ഉന്നെ വിട്ട് പോകവേ മുടിയാതെ. ഏയ് 68 മുണ്ടം എന്നാ சொல்ல?
എന്നാ சொன்ன? சொல்லு, என்ன சொன்ன ஆ. எதுக்கு இங்க வந்தே ഒരു മുതുക്കിനെ തിരക്കി വന്നതാണ്. முதுக்கா அந்த முதுக்கு இந்த பக்கம் என் முன்னில் நிப்ப. எப்பா ஏது பக்கம் ആ മുതുക്ക് ഈ നിക്ക് മുതുക്ക് நானா അനുമുതുക്ക്. நானா ആ നീതാ മുതുക്ക്. என் டயலாக் கூட தெத்திக்காம வந்திருக்குதா அரிமுறுக்கு. இந்த மலையாள மண்ணு உனக்கு பிடிக்காது. பிடிக்கும். நீங்க தமிழ்லேக்கு வாங்க. நீங்க நிறுத்திய சூசு சீரியல் ஆ. நமக்கு தமிழ் ஸ்டார்ட் பண்ணி ஆ. அந்த தமிழ் சீரியல் இண்டஸ்ட்ரி நமக்கு முடிக்க வாங்க. அதுக்கு வரலங்கி எனக்கு நிறைய பாடம் இருக்கு. அந்த ஸ்தலம் இருக்கு. அந்த ஸ்தலத்தில் உங்களை இങ്ങനെ கொண்டு நிறுத்தி இந்த ரெண்டு கையில வைக்கோலும் தந்து தலையில் ஒரு சட்டி போட்டு நிறுத்தியா உனக்கு நான் சம்பளம் தரேன். இந்த ஸ்டார் மேஜிக்கில் நீ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അയോക്കെ നായേ ആ. ഉന്നെ കൊന്ന് ഒരു രക്തത്തെ കുടിച്ച് ഓങ്കാരമാണ് വേണേ. ഇതോടുകൂടി വൃദ്ധവയോജന നാടക മത്സരം അവസാനിക്കുകയാണ്. തുടങ്ങിയത് പടയപ്പ, അതെ. ഇടയില് ചന്ദ്രമുഖി കയറി, കഴിഞ്ഞപ്പോ മണിച്ചിത്രത്താഴ് വന്നു. ചേച്ചി ഇതൊരു മിക്സഡ് ട്രിബ്യൂട്ട് ആണിത്. അത് തന്നെ മിക്സ്ഡ് ഫ്രൂട്ട് സാലഡ് പോലെ. പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത് തന്നെ ടീം പറഞ്ഞ പോലെ ആ പെർഫോമൻസിൽ മാത്രം നിർത്തിയിരുന്നെങ്കിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായേനെ. അല്ല ഞാൻ ഒറ്റയ്ക്ക് നന്നാക്കാൻ പറ്റില്ല. കാരണം നന്നാക്കണമെന്നുണ്ട്. പക്ഷെ കൂടെ കിട്ടിയതിനേക്ക് അല്ലേ. പക്ഷെ എന്തായാലും രണ്ടുപേരും എന്റർടൈനേഴ്സ് ആണെന്നുള്ളത് പ്രൂവ് ചെയ്തു. മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് ഏറ്റവും കഷ്ടമുള്ള ഒരു കാര്യം. അത് ചെയ്യാൻ കഴിയുന്നവർ നല്ല കലാകാരന്മാർ. നന്നായിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തു. തങ്കുവിന്റെ നമ്മുടെ ഹൈലൈറ്റ് രജനീകാന്ത് സാറിനെ ജസ്റ്റ് ഒന്ന് ചെയ്തു കാണിക്കോ. സോറി, എന്റെ ഹൈലൈറ്റ് അല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അല്ല എന്നാലും എളിമ ഇതിന് എളിമാന്ന് പറയൂ കേട്ടോ. ഒന്ന് ചെയ്തു കാണിക്കോ. தமிழ் படத்துக்கு மறந்த வச்சு மீச முறுக்கிட்டு லுங்கிய கட்டிக்கு நம்பியாரு ஏ கபாலி அப்படி சொன்ன உடனே குனிஞ்சு சொல்ல சும்மா அப்படி வந்து நிப்பாரு. அங்கவாலி கபாலி நினைச்சடா கபாலிடா. അങ്കമാലി കമാലിയോ? അങ്കമാലിയല്ല, ചാലക്കുടി. എനിക്ക് ആ വാക്കിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. നന്നായിരുന്നു ആ സ്റ്റൈല്. ചേച്ചി സ്റ്റൈലല്ല, വയ്യായിക. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ രജനി സാറിന് അനുകരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ സ്റ്റാർ മാജിക്കിന്റെ അവരുടെ സപ്പോർട്ട് കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഈ നടത്തം ഇന്ന് ആദ്യമായിട്ട് അവിടെ ചെയ്യുന്ന സത്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നന്നായിരുന്നു. ആ. നന്നായിരുന്നു. അത് മേടം ഇരുന്നതുകൊണ്ട് അങ്ങനെ വന്നു പോയതാ. നന്നായിരുന്നു.